ഒരിക്കലും നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചു, ഇന്നലെ മാറി നാളെ മാറി, ഇനി എന്ന് മാറുമെന്നറിയില്ല, അവര് തമ്മിൽ തല്ലുകൂട്ടം കഴിഞ്ഞിട്ടില്ല, മൗലവിമാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇന്നും തീർന്നിട്ടില്ല, നാളെ സുബഹിക്ക് എഴുന്നേറ്റാൽ എന്താണ് ഇനി പറയാന്നറിയില്ല, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന നിങ്ങളോട് ഒരുമിച്ച് അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, തൽക്കാലം നമ്മൾ സംസാരിക്കുന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. തർക്കമുള്ള വിഷയം നമ്മൾ സംസാരിക്കരുത്. നമ്മൾ തർക്കമുള്ള വിഷയം സംസാരിച്ചപ്പോൾ സമയം കളയേണ്ട കാര്യമില്ല. തർക്കമില്ലാത്ത എന്ന് പറഞ്ഞാൽ തർക്കമില്ല എന്ന് നമ്മൾ പരസ്പരം തെറ്റിദ്ധരിച്ച ചില സംഗതികളുണ്ട്. അതിൽ തർക്കിക്കാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് സംഭവിച്ചത് അതാണ്. നമ്മിൽ പലവരും വിചാരിച്ചു, ഉസ്താദേ നമ്മൾ തമ്മിൽ എന്തിനാ പ്രശ്നം, നമ്മൾ തമ്മിൽ ഒരു തർക്കമില്ലല്ലോ, നമ്മളിങ്ങനെ ഈ അങ്ങാടിയിൽ വെച്ച് ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ, നമ്മൾ പരസ്പരം അങ്ങും ഇങ്ങും തമ്മിൽ തല്ലുന്നത് ആളുകൾ ചിരിക്കുകയല്ലേ, മറ്റുള്ളവർ പരിഹസിക്കുകയല്ലേ, എന്തിനാണ് എന്ന് ചോദിക്കുന്നവർ തെറ്റിദ്ധരിച്ചൊരു സത്യമുണ്ട്. അതെന്താണ്? നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, നമ്മളൊക്കെ അള്ളാഹു വിശ്വസിക്കുന്നില്ലേ, നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമല്ലേ, അതിലൊന്നും ഒരു തർക്കവും നമുക്കിടയിൽ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നിടത്ത് ചെറിയ അബദ്ധം പിണഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, തർക്കമുള്ളത് അവിടെ നിൽക്കട്ടെ, തർക്കമില്ലാത്തിടത്തേക്ക് നമുക്ക് പോകാം. അവിടെ നിലവിൽ ഈ കൂട്ടർക്കിടയിൽ തർക്കമുണ്ട് എന്നതാണ് സത്യം. ഞാൻ പറയുന്നത് ആദർശ വിശദീകരണം സർവ്വ സൃഷ്ടികളോടുമാണ് എന്ന് ഞാൻ പറയുന്നത്. ലോകത്ത് ഈ ഒരു സത്യമേ ഉള്ളൂ എന്ന് തിരിച്ചറിയൽ എല്ലാവരുടെയും ബാധ്യതയാണ്. അതെല്ലാവരെയും ബോധ്യപ്പെടുത്തൽ നമ്മുടെയും ബാധ്യതയാണ്. അത് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഇത് സംസാരിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് മൂപ്പര് വേറെന്തോ പറയാൻ പോവാണെന്ന് വിചാരിച്ചിട്ട് ദയവ് ചെയ്ത് കേൾക്കാതിരിക്കരുത്. നമ്മൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന റബ്ബിനെ കുറിച്ച്, നമ്മളെല്ലാം അംഗീകരിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് കേട്ടുകൂടാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് എന്തുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കൂടാ? അമ്പിയാക്കൾ എത്ര മാറി വന്നിട്ടും ഏതെല്ലാം പുതിയ നിയമങ്ങൾ വന്നിട്ടും ഒരിക്കലും മാറാതെ ഞാനും എന്റെ മുൻഗാമികളായ ആദം അലൈഹിസ്സലാം മുതൽ മനുഷ്യവർഗം തുടക്കം കുറിച്ചന്ന് മുതൽ മാറ്റമില്ലാതെ ചൊല്ലിപ്പോന്നൊരു സത്യമുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ അവകാശികളാണ്, അത് വിശ്വസിച്ചവരാണ്, അതിന്റെ ആളുകളാണ് നമ്മളെങ്കിൽ ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് മുഴുവനുമാണ് ഞാൻ പറയുന്നത്. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആ ആശയത്തെ വിശ്വസിക്കുന്ന നമ്മൾ, അപ്പൊ എല്ലാവരും ഒരു മനസ്സോടെ കേൾക്കണം. നമുക്ക് സംസാരിക്കാം, സംവദിക്കാം, ഇരിക്കാം, ചർച്ചയാവാം. പക്ഷേ ഈ സംസാരിക്കുന്നത് മറ്റെന്തോ ആണെന്ന് ആരോ തെറ്റിദ്ധരിച്ചത് കൊണ്ട് ആദർശ പ്രഭാഷണ മേഖലയിൽ പലതും ആളുകൾ അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട്. പാടില്ല. ശ്രദ്ധിക്കണം, നിങ്ങൾ വീക്ഷിക്കണം, എന്താണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. നമ്മൾ സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറെന്തോ പറയണ്ടോ? ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ നമുക്ക് ആദർശ പ്രഭാഷണം നടത്താനുള്ള മാറ്റർ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന് ഉറക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിങ്ങനെ കൂട്ടായിട്ട് ചെല്ലുമ്പോ ഉറക്കൻ എല്ലാവരും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലൂലേ? അപ്പൊ ചില ആൾക്കാർക്ക് അതിനിടെ ടെൻഷൻ ഉണ്ടെങ്കിൽ, വെറുതെ ടെൻഷൻ, എല്ലാവരും കൂടി ഇങ്ങനെ ഇത് നമ്മളെ ടീമെല്ലാം തോന്നുന്നുണ്ട് എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ ചർച്ച. ഇതിനാണ് ഞാനിത് സംസാരിച്ചത്. ഈ ശബ്ദത്തിൽ നിന്ന് തന്നെ ഈ ശബ്ദം എന്തോ പറയുന്നുണ്ട്. ഒന്നെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ശബ്ദം പറയുന്നത് ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണെന്നല്ലേ? അല്ലേ? ആണ്. ആ വിഭാഗത്തിന്റെ പേരാണ് മുസ്ലിമീങ്ങൾ. എന്നാൽ ഈ മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ചില ആളുകൾക്ക് ഇത് നമ്മളിടയിൽ തന്നെയുള്ള വേറെ ഒരു ടീമിൻ്റെതാണെന്ന അഭിപ്രായം എങ്ങനെ വന്നു? എന്തിനാണ് ഇങ്ങനെ ഇത്ര വാശി? ഇത് ചോദിക്കുമ്പോ വളഞ്ഞ് ചിന്തിക്കല്ലേ, നേരെ ചിന്തിക്കുക. എന്തിനാ വളഞ്ഞ് ചിന്തിക്കുന്നത്? ഇത് കേൾക്കുമ്പോ ഏതെങ്കിലും ഒരാളിപ്പോ വലിയൊരിങ്ങനെ വളഞ്ഞ് വരികയാണ്. ഇങ്ങനെ ഞാൻ വളഞ്ഞിട്ടൊന്നുമില്ലല്ലോ.
ഞാൻ ചോദിക്കുന്ന നിങ്ങളെ ഹൃദയത്തിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, എന്ത് സംഭവിച്ചത്, എവിടെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്? സ്വഹാബത്ത് മുഴുവനും അവരൊരുമിച്ചിരിക്കുന്ന ശബ്ദത്തിന്റെ, അവരുടെ കൂട്ടമായ ശബ്ദമാണിത്. നമ്മൾ കൂട്ടമായിരിക്കും, ഒരുമിച്ച് കൂടും, നമ്മൾ ഒരുമിച്ച് ദിക്റ് ചൊല്ലും. ഏറ്റവും കൂടുതൽ ഈ സംഘടനകളൊക്കെ എടുത്തോളി, നിങ്ങൾ എല്ലാ സംഘടനയും എടുത്തോളി. അത് ഏതൊക്കെ സംഘടനകൾ ഇസ്ലാമിനെ വിശദീകരിക്കാൻ വേണ്ടി രംഗത്തുണ്ടോ അവരെല്ലാം ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ മാറ്റമില്ലാത്ത ഒരു മുദ്രാവാക്യത്തിന് വേണ്ടി ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സംഘടനകളിൽ മുഴുവനും നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും കൂടുതൽ ഇത് മന്ത്രിച്ചത്, ഇത് ഉറക്കെ പറഞ്ഞത് ഒരു പ്രത്യേക വിഭാഗമാണ്. അത് ആദം നബി മുതൽ ഇന്ന് വരെ ആ ശബ്ദം അവരുടെ അവകാശമാണ്. എവിടെയെങ്കിലും ഒരു ലേഖനത്തിലോ ഒരു സാഹിത്യ പ്രഭാഷണത്തിലോ ഇടയിൽ കയറ്റി ആളാവാനുള്ള പദമായിട്ടല്ല അവരതിനെ കാണുന്നത്. അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാട് ആഴ്ചയിൽ മാസത്തിലൊക്കെ ദിക്റുകൾ കണ്ടവിടെ ഉണ്ട്. എല്ലാ പള്ളിയിലുണ്ട്. ഇവിടെ വേറെ കുറെ പള്ളികളൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ എല്ലാ പള്ളിയിലുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയിലുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല. ദിക്റുകളൊക്കെ ചെയ്യാൻ പാടില്ല. അങ്ങനെ കൂടുതൽ ഇരുന്നിട്ട് ഒരുമിച്ച് ചെല്ലാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇതെല്ലാവർക്കും ശ്രമിക്കാൻ പറ്റിയ ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി, ഉസ്താദ് പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് വലിയണ്ടാച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഒന്ന് ശ്രദ്ധിക്കണം എന്നൊരു താല്പര്യം കൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോ തിരിഞ്ഞു നടന്നാൽ പലതിനും മാറ്റമുണ്ട്. ഇതിന് മാറ്റമുണ്ട്, അതിന് മാറ്റമുണ്ട്, പലതിനും മാറ്റമുണ്ടെങ്കിൽ മുസ്ലിം നാമധാരികളായി ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സകലമാന മനുഷ്യരും ഒരുമിച്ച്, സകല ജനങ്ങളും ഒരുമിച്ച് തിരിഞ്ഞു സഞ്ചരിച്ചാൽ ഓരോന്നോരോന്ന് കാണാതെയാവും. അതാണ് ഞാൻ പറഞ്ഞത്. മൈക്കില്ല, സ്റ്റേജില്ല, ഈ സ്റ്റേജ്, ഈ സെറ്റപ്പില്ല, കറണ്ട് ഇല്ല, ഫ്ലൈറ്റ് ഇല്ല, ട്രെയിൻ ഇല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ പലതുമില്ല. ഓരോന്നോരോന്നും ഇല്ല 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 എന്ന് കണ്ടെത്തി പോകുമ്പോ അവിടെയെല്ലാം ഉള്ള ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് മാറ്റമില്ല. അപ്പൊ തിരിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ എല്ലായിടങ്ങളിലുമുള്ള ഒരു മന്ത്രമാണത്. അത് ആദം നബി അലൈഹിസ്സലാം തുടങ്ങി വെച്ച, ഇന്ന് വരെ ഒരിക്കലും മുറിയാതെ നിലനിൽക്കുന്ന ഒരു ശബ്ദമാണത്. ആ ശബ്ദം അത് വിളിച്ചു പറയുന്ന ഒരു സത്യമാണ്. ആ ശബ്ദം പറഞ്ഞു തരുന്നു, ആ കൂട്ടസ്വരം വിളിച്ചു ഓതുന്നു. ഇതൊരു പ്രത്യേക ടീമിന്റെ ഒരു ഫീൽ ആണ്. ഒരനുഭവം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാറ്റം മാറി മാറി വന്ന ഒരനുഭവം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്, മാറി മാറി വന്നതാണ്. അപ്പൊ അന്ന് മുതൽ തുടങ്ങി വെച്ച ഒരു സത്യത്തിലേക്ക്, ഒരു തർക്കവുമില്ലാത്ത സത്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. അതിലാരും തർക്കിക്കരുത്. അതിൽ തർക്കമുണ്ടെങ്കിൽ നമ്മുടെ സദസ്സിൽ ഇപ്പൊ തന്നെ നമ്മൾ നിർത്തിയേക്കും പ്രസംഗം. ആർക്കും എണിച്ചില്ല. അതാരായിരിക്കും എന്നറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രശ്നമാണ്, പിന്നെ എണിച്ച് നിന്നിട്ട് അത് തീരുമാനാക്കാം. അത് പ്രശ്നമില്ല. എന്നാ വന്നിരിക്കും, എല്ലാവരും വന്നിരിക്കണം. എന്തിനാണ് തർക്കിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് തർക്കം? എന്തിനാണ് ശബ്ദം? എന്തിനാണ് നമുക്കിടയിൽ പ്രശ്നം? ആരാണ് നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയത്? അതാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പാരമ്പര്യം ഇതുവരെ എത്തിയതിനിടയിൽ ആരാണ് ഭിന്നിപ്പുണ്ടാക്കിയത്? ഇവിടെ ഇനി അതിനുശേഷം ഒന്ന് പറയട്ടെ, ഇനി ആരെങ്കിലും ഒക്കെ മാറുമെന്നറിയില്ല. ഞാൻ പറയാൻ കാരണം ഇതിലൊരു വലിയ സത്യമുണ്ട്. അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തും തോറും ആള് കൂടും. അങ്ങനെ നിങ്ങൾ നോക്കിക്കോളി. ഖുർആൻ, കൂടുതൽ ആൾക്കാരുണ്ടല്ലോ ഖുർആന്റെ പിന്നിൽ. നോക്കി ഇപ്പതാ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് ഖുർആൻ എന്നാണ്. ഖുർആൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. അത് ഇവര് കുറെ ആളുകൾ അത് വിശദീകരിച്ച് കൊളാക്കിയതാണെന്ന്. ഖുർആൻ അതിനർത്ഥം നമുക്ക് ഖുർആൻ ഇല്ലേ? ഉണ്ട്, ഓൽക്കുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേ
അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആരുണ്ടായിരുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആര്? സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്ന? ആരുമില്ല. പിന്നെ ഇങ്ങനെ വന്നപ്പോ ഒരു ടീമിന് സ്വഹാബത്തിന്റെ ഇടയിൽ ചിലരെ പറ്റാതായി. ചില ആളുകൾ സ്വഹാബത്തിനെതിരെ പുറത്തുനിന്ന് കളിച്ച്, അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് തന്നെ ചിലാര മദ്ഹ് ഇങ്ങനെ വല്ലാതെ പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ വിഷയത്തിൽ രണ്ടുപേരുണ്ട് ട്ടാ. അതാണ് വിഷയം. ഇവ രണ്ടെണ്ണായിപ്പോ. പിന്നെ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ ഖവാരിജികൾ ഷിയാക്കൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ വികസിച്ച് പിറകോട്ട് പോരുന്തോറും വികസിക്കുകയാണ്. കേരളത്തിലെ ചരിത്രം എടുത്താൽ ഇന്നിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം പോട്ടെ, ഒരു 5 കൊല്ലം പോട്ടെ, ഒരു 2, 2.5, 3 കൊല്ലം കഷ്ടിയെടുത്താൽ തന്നെ കാണാത്ത പുതിയ സംഘടനകൾ ഇപ്പം ഇസ്ലാമിന്റെ പേരിൽ നമ്മളെ കേരളത്തിൽ ഇപ്പം പോട്ടെ. ഇന്നൊരു പുതിയ സംഘടന വന്നില്ലേ? എന്നിട്ടല്ലേ ബാക്കി ഇന്ന് വന്നില്ലേ? വന്ന് ഒരിക്കലും യോജിപ്പില്ലാത്ത വേറൊന്നിനെ തലയും വേറൊന്നിനെ വാലും കൂടി, പിന്നെ വേറൊന്നിനെ കൈയും വേറൊന്നിനെ കാലും, സാങ്കല്പിക ലോകത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജീവിയാണിത്. ഇന്നിപ്പോ തറാവി 20 ആയതോടുകൂടി ഇപ്പൊ അതാണ് ഇതിന്റെ കോലം. ഇന്ന് 20 എന്ന് പറഞ്ഞപ്പോ കുറച്ച് അവിടെ നിൽക്കും, കുറച്ച് എവിടെ നിൽക്കും, അവിടെ നിൽക്കും. സംഗതി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭാവിച്ച് ആ ഉണ്ടാക്കിയ ചിത്രം മക്കൾക്കും കൂടെ നിൽക്കുന്നവർക്കും പഠിപ്പിച്ച് അതെന്താണോ അതിൽ വിശ്വസിപ്പിച്ച് തൽക്കാല ശാന്തിയും സമാധാനവും കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘം, ഇതാണ് അവർ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എവിടെന്നെങ്കിലും കെട്ടിടമെടുത്തിട്ട് ഒരുമിച്ച് കൂട്ടലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ചു മുമ്പില്ല. ഇനി ഇങ്ങനെ പോയി നോക്കിയാൽ നമ്മുടെ മുമ്പിൽ നിന്ന് തിരിച്ചു സഞ്ചരിച്ചാൽ പാരമ്പര്യം, അത് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു സഞ്ചരിച്ചാൽ പല സംഘടനകളും പിന്നീട് വന്നതാണ്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഗൗസുൽ ആലം തങ്ങൾ, ഷെയ്ഖ് ജീലാനി തങ്ങൾ, ഷെയ്ഖ് റിഫായി തങ്ങൾ, അഹ്മദുൽ ബദവി തങ്ങൾ, ഷാദുലി തങ്ങൾ, ഇമാമുന ഷാഫിഈ, ഇങ്ങനെ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഓരോ ആളുകൾ, ഇവരൊക്കെ എന്തുകൊണ്ട് ഹദീസിലില്ല? എന്തുകൊണ്ട് ബുഖാരിയിലില്ല? എന്തുകൊണ്ട് ഖുർആനിൽ അവരെ പരാമർശിച്ചില്ല എന്ന് ചോദിക്കാൻ വരെ തരം താഴുന്ന ഒരു സംഘത്തിന്റെ ഇടയിൽ സംസാരിക്കേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു പാരമ്പര്യ സംസാരം നമുക്ക് വേണ്ടി വന്നത്. ഞാൻ പറഞ്ഞത് ഷെയ്ഖ് ജീലാനി തങ്ങൾ പിന്നീട് വന്നതാണ്, സ്വഹാബത്തിന്റെ കാലത്തില്ല. അതുകൊണ്ട് ജീലാനി തങ്ങളുടെ മുമ്പ് ജീലാനി തങ്ങളില്ല. പിന്നെ ജീലാനി തങ്ങളെ പറ്റി അപ്പൊ ചർച്ച ചെയ്യൽ എങ്ങനെ? നമ്മുടെ നാട്ടിൽ ഒരു മഖബറയുണ്ട്, ഒരു മഹാനുണ്ടെങ്കിൽ ആ മഹാനെ കുറിച്ച് മുമ്പ് ചർച്ചയില്ല. കാരണം അന്ന് ആ മഹാനില്ല. പിന്നീട് നമ്മളെല്ലാം വിദാത്താണ്. ആ നിലക്കാണെങ്കിൽ നമ്മളൊക്കെ പിന്നെ വന്നതാ, ഓരോന്നും പിന്നെ വന്നതാ. 2 സമ്മേളനം 3 സമ്മേളനമൊക്കെ ഇപ്പൊ നടത്തുന്നത്. ഇതൊക്കെ ഒരൊറ്റ സമ്മേളനമല്ല ആയിരുന്നത്. ഇത് എവിടുന്ന വന്ന് ഈ 3 എണ്ണം കൂടി ഇപ്പൊ 8 എണ്ണമായി എന്നാ പറയുന്നത്. ഇപ്പൊ 9, ഇന്നത്തോടെ 9, നാളത്തോടെ 10, അങ്ങനെ പോവല്ലേ. ഇതൊക്കെ മുമ്പുണ്ടോ? ഇല്ല. പുതിയതാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നില്ലാത്ത പല മാറ്റങ്ങളും ഇന്നുണ്ടായിട്ട് ഓരോ സംഘങ്ങളും അവരുടേതായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ മാറാത്ത ഒരു സത്യത്തെ ആരാണ് നെഞ്ചോടേറ്റെടുത്ത് കൊണ്ടു നടക്കുന്നത് ഇന്നും എന്ന് തിരിച്ചറിയാനാണ്, അത് അന്വേഷിക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയത്. ആരാ റബ്ബേ അതിനെ ഫോളോ ചെയ്തത്? ഏതിനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തി അല്ലല്ലേ? കുഴപ്പമൊന്നുമില്ല, അതിലുള്ള തർക്കമുണ്ട? ഒരു തർക്കവുമില്ല. പക്ഷെ ഇത് നേരത്തെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാരും കൂടി ചൊല്ലിയപ്പോ നമുക്കും തോന്നി ഇത് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാലും ഇനിയിപ്പോ നമ്മളെ മതം വിശ്വസിക്കണമെന്ന് നിയമമൊന്നും അതിനില്ല. ഇതര മതസ്ഥർ അതിലെ പോവാണെങ്കിൽ പറയും
അത് നമ്മളെ സുന്നികളെ പരിപാടിയാണ് അവിടെ നടക്കണമെന്ന് പറയും. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂട്ടമായി ചൊല്ലല്ലേ, അപ്പൊ ഒരുമിച്ച് കേൾക്കല്ലേ, അത് ഇവിടെ നല്ല പരിചയമുള്ളൂ. അത് സുന്നികളെ പരിപാടിയാന്ന് പറയും. സ്വലാത്ത് ഉറക്കനെ കേട്ടാ പറയുന്നത് സുന്നികളെ പരിപാടിയാണെന്ന് പറയും. ഞാൻ പറയുന്നത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇബാറത്തുകളൊക്കെ മുഴുവനും പൊളിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നീന്തി കുളിക്കാൻ നമ്മുടെ സാധാരണക്കാർക്ക് എന്തറിയും? അതുകൊണ്ടല്ലേ ഇപ്പൊ സംഭവിച്ചത്. ഈ തഖ്ലീദിനെ നിഷേധിച്ച്, ഇതിനെ മുഴുവനും നിഷേധിച്ച്, ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞ് ഓരോരുത്തരും അവരവരാളായി സംഭവിച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നം സംഭവിച്ചത്. ചിലപ്പോൾ ഈ സംസാരത്തിനിടയിൽ ആരെങ്കിലും പോകാൻ സാധ്യതകളുടെ ഇടയിൽ പറയാണ്, ആരെങ്കിലും സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം ശ്രവിക്കുന്ന, നമ്മുടെ ഈ ആശയത്തിൽ നിന്ന് അറിയാതെ മാറിപ്പോയ, ഞാൻ അറിഞ്ഞ് മാറിപ്പോയാലും ശരി, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണട്ടാ, ദയവ് ചെയ്തത് കേൾക്കണം, നിങ്ങൾ അടുത്ത് വന്നിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുജാഹിദ് മൗലവിയുമായിട്ട്, ഒരു വഹാബി മൗലവിയായിട്ട് സംസാരിക്കേണ്ടി വന്നു. അപ്പം അദ്ദേഹം ഞാനിങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോൾ മൂപ്പര് പെട്ടെന്ന് ഇങ്ങനെ മൂപ്പർക്ക് കബറുമൊക്കെ ചാടണം. ഇപ്പൊ ചില ആൾക്കാരിങ്ങനെ മൊയ്ലിയാർ കബറ് കെട്ടിപ്പോക്കും, മൊയ്ലിയാർ കുബൂരികൾ എന്നാണ് അവരെ പ്രയോഗം. മരിച്ചതിന്റെ ശേഷം മയ്യത്തിന്റെ പിന്നാലെ കൂടിയ ആൾക്കാർ, അത് കേൾക്കാൻ പൂതിയുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ സുഹൃത്തും ഞാനിങ്ങനെ സംസാരം തുടങ്ങിയപ്പോ ഇവനക്ക് ഇത് കേൾക്കാഞ്ഞിട്ട് ഒരു സമാധാനം കിട്ടില്ല. ഖബർ സിയാറത്ത് ഇന്ന് കേൾക്കണം, ഇത് പൂതിയായിട്ട്. അവരോട് മഹാന്മാരെ കുറിച്ച് പറയാം, പക്ഷേ എനിക്കിഷ്ടം തർക്കമില്ലാത്ത ഒന്നിനെ കുറിച്ച് പറയാനാണ്. അതെന്താ? അല്ലാഹ്. അതിൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഉസ്താദേ, നമുക്കിത് പറയാം. ഉണ്ട്, അതിൽ പ്രശ്നമില്ലെങ്കിൽ നമുക്കിത് പറയാം. പ്രശ്നം ഞാൻ ഉറപ്പ് നമുക്കൊന്ന് സംസാരിക്കല്ലേ കുറച്ചു നേരം? പ്രശ്നമില്ലല്ലോ, ഉറപ്പല്ലേ? സംസാരിച്ചൂടെ? സംസാരിക്കാം. സംസാരിച്ച് വന്നപ്പോ ആരാണ് റബ്ബ്, ആരാണ് അല്ലാഹു, നമ്മൾ വിശ്വസിക്കുന്ന റബ്ബ് ആരാണ്? സുബ്ഹാനല്ലാഹ്. എന്താണ് റബ്ബിനെ കുറിച്ചുള്ള സങ്കല്പം? അവന്റെ കഴിവ്, അവന്റെ അറിവ്, അതിന്റെ വിശാലത, അത് എത്രയാണ്, എങ്ങനെ അതിനെ അളക്കും, എങ്ങനെ നമ്മൾ അതിന് അളവ് നിശ്ചയിക്കും, എങ്ങനെ റബ്ബിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും? ഇത് തന്നെ ചർച്ച, വേറെ ചർച്ചയില്ല. ചർച്ച ചെയ്ത് വന്നപ്പോ ആ റബ്ബിന്റെ സെലക്ഷൻ, ആ റബ്ബൊരു വ്യക്തിയെ സെലക്ട് ചെയ്താൽ നമ്മളെ നാട്ടിൻ പുറങ്ങളിൽ നടന്ന് നമ്മുടെ സാധാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ജീവിച്ച് ഒരു ബന്ധവുമില്ലാതെ ഒറ്റയടിക്ക് പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട അമ്പിയാക്കളെ കുറിച്ച് പറയാൻ, ഔലിയാക്കളെ കുറിച്ച് പറയാൻ പെട്ടെന്ന് അങ്ങൊരുങ്ങിയാൽ സാധിക്കുന്ന തലത്തിലല്ല അമ്പിയാക്കളുടെ സ്റ്റേജ് ഉള്ളത്, ഔലിയാക്കളുടെ പവർ ഉള്ളത്. അവരത്രയും മേലെയാണ്. അത്ര വലുപ്പം ആ മഹാന്മാരായ സൃഷ്ടികൾക്കുണ്ട്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ എന്നൽക്കല്ല. നമ്മുടെ ഇടയിലെ സൃഷ്ടികളിൽ നമുക്ക് ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ, ഒരു പൊടുത്തമില്ലാത്ത 1ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് കോളേജിൽ പോയി അവിടുത്തെ പ്രൊഫസറെ കുറിച്ച് മനസ്സിലാക്കാൻ വിചാരിച്ചാൽ നടക്കൂല. അവിടെ ചെന്ന് എനിക്കറിയാം ആ കള്ളിമുണ്ടെടുത്ത്, അതല്ലെങ്കിൽ ആ ടൈയിട്ട് പോണേ ആ സാറല്ലേ, മൂപ്പര വീട് അവിടെയാണ്, നമുക്കറിയാം മൂപ്പര വീട് ഓലപ്പേരയാണ്, എന്റെ വീട് വാർപ്പിന്റെ പേരാണ്, മൂപ്പര് വലിയ സംഭവമാകണ്ട. ഇതെന്തറിവാണ്? ഇതെന്ത് വിലയിരുത്തലാണ്? ഇതെന്ത് വിശ്വാസമാണ്? മോനെ, വിലയിരുത്താൻ നീ ആയിട്ടില്ല, നിനക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ പഠിക്കണം, അതിന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും തർക്കിക്കാത്ത, നമ്മളെല്ലാം ഒരുമിച്ച് പറയുന്ന ഒന്നുണ്ടല്ലോ, അതല്ലേ അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. തർക്കണ്ടോ? ഒരു തർക്കവുമില്ല. അപ്പൊ തർക്കമില്ലാത്ത ഇത്തരം വിഷയങ്ങൾ വിശദമായി പറഞ്ഞു പഠിക്കാൻ അതറിഞ്ഞവർ ആരാണോ അവരുടെ മുമ്പിലിരിക്കാനുള്ള അദബ് വേണം, അതറിഞ്ഞവരുടെ മുമ്പിലിരിക്കാനുള്ള ക്ഷമ വേണം.
അവർ പറയും അവരറിഞ്ഞവരാണ്, അവരനുഭവിച്ചവരാണ്, അതവർ മറ്റൊരു ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അനുഭവത്തിലൂടെ മാത്രമേ ഈ ലോകത്തെ തിരിയൂ. അനുഭവം, അതാണ് വിശ്വാസിയുടെ വിശ്വാസം കൊണ്ട് അവന് കിട്ടിയ അനുഭവത്തിന്റെ പേരാണ് ഈ പാരമ്പര്യത്തിലൂടെ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട വിശുദ്ധ ഇസ്ലാം. അനുഭവമില്ലാത്ത ഏതോ സംഘങ്ങൾ പല കോലത്തിലും ഇതിനെ വിശദീകരിച്ചേക്കാം, പല ഡ്രസ്സിലും അവർ പ്രത്യക്ഷപ്പെട്ടേക്കാം, പല കോലത്തിലും നമുക്കിടയിൽ വന്നേക്കാം. ചില ആളുകളുണ്ടല്ലോ, അവർ ആദർശ വിഷയമൊന്നും പറയില്ല, ഇത്തരം ചർച്ചകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഞാൻ ആരെയും ആക്ഷേപിക്കാനല്ല സംസാരിക്കുന്നത്. നമ്മളെല്ലാം ഇപ്പോൾ തർക്കിക്കുന്ന വല്ലതും പറഞ്ഞ തർക്കങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എതിർപ്പുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. എവിടെങ്കിലും പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് പിടികൂടാ. അതാണ് ഞാൻ പറയുന്നത്. ഒരു തർക്കമുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. ചില ആളുകൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിൽ വരും. അപ്പൊ നമ്മള് നിസ്കാരത്തെ കുറിച്ച് പറയാനാണ് അവർ വന്നത്, നോമ്പിനെ കുറിച്ച് പറയാനായിരിക്കും വന്നത്. നമ്മുടെ നാട്ടിലും അത് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. പല ഡ്രസ്സിലും അവർ വരും. അവർ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നവർ പറയും. അത് കഴിഞ്ഞ് നിസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് പറയും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമുക്കിടയിൽ വരുന്ന ചില ആളുകളുണ്ട്. ഈ ആളുകളുമായി, ഇവരുമായി നമുക്ക് ഒരുമിച്ചൊരു തിരിച്ചു സഞ്ചാരം വേണം. നമുക്ക് തിരിച്ചു പോകുമ്പോഴേ എല്ലാരും വേണമെന്നാ ഞാൻ പറയുന്നത്. നമ്മൾ പാരമ്പര്യം പറയുമ്പോൾ എല്ലാരും വേണം. അതില് വഹാബികളാണെങ്കിലും വഹാബി അതിൽ തന്നെ വ്യത്യസ്ത ഐറ്റംസ് ഉണ്ടാവും, ഒക്കെ ഒന്നായിരിക്കും. ശ്രദ്ധിക്കണം, ആകെ രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് സത്യവും, ഇന്ന് അസത്യവും. ഇതിനല്ലേ ഉള്ളൂ. അങ്ങനല്ലേ നമ്മളെ വിശ്വാസം. നരകവും പിന്നെ സ്വർഗവും. അപ്പൊ നമ്മൾ സത്യം പറയുമ്പോ അതിനെതിരുള്ളത് മുഴുവനും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, സത്യമാണ്. അതാണ് അല്ലാഹുവിന്റെ വജൂദ്, അവനുണ്ട് എന്ന സത്യം പറയുമ്പോൾ ആ സത്യത്തിലേക്ക് എത്തൽ നിർബന്ധമാണ്. അതിന് തർക്കമുണ്ടെങ്കിൽ ആ തർക്കമാവാം, ഇല്ലെങ്കിൽ അവൻ ആരാവണം, പടച്ച റബ്ബ് ആരാവണം, അത് തിരിച്ചറിയാത്തതിന്റെ കുഴപ്പ ഇപ്പോഴും കിടക്കുന്നത്. ആ റബ്ബിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ആ റബ്ബ് സെലക്ട് ചെയ്ത, ആ റബ്ബിനെ പരിചയപ്പെടുത്താൻ അള്ളാഹു സെലക്ട് ചെയ്ത അവന്റെ അടിമകളിൽ പ്രത്യേകക്കാരാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവൻ സെലക്ട് ചെയ്തവരാണ് മുർസലീങ്ങൾ, അമ്പിയാക്കൾ. പടച്ച റബ്ബിന്റെ സെലക്ഷനാണ്. അപ്പൊ ആ സുഹൃത്തുമായി ഞാൻ സംസാരിച്ച്, ഞാൻ അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിഷയം മാറിപ്പോവും. സംസാരിച്ച് ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നെ കെട്ടിപ്പിടിച്ചൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഇനി മേലിൽ വഹാബിസത്തിൽ പ്രവർത്തിക്കില്ല, ഇനി ഞാൻ അതിൽ നിൽക്കില്ല. ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. എന്തേ ഞാൻ പറഞ്ഞേ? അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അതിന്റെ ഇടയ്ക്ക് മുമ്പ് കയറി വരും, അതിന്റെ ഉള്ളിൽ പെട്ടെന്ന് മുമ്പ്. അപ്പൊ പിന്നെ കബറിന് സുജൂദ്, കബറും സുജൂദൊക്കെ പിന്നല്ലേ. ആരാണ് റബ്ബ്? പടച്ച റബ്ബിനെ കുറിച്ച് പറയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാറുന്ന കാലത്ത് മാറാത്ത ഒന്ന്, മാറുന്ന ഹൃദയത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു റബ്ബിനെ എത്ര കാലം മറിഞ്ഞാലും മാറിയാലും മാറാത്ത ഒന്നാണ്, മാറാത്ത ഒരു ശക്തിയാണ് അല്ലാഹ്. അതൊന്നാണ്, ഒരുവനാണ്. അത് ഒരിക്കലും മാറ്റമില്ല. അന്നില്ല, ഇന്നില്ല, അന്ന് ഇന്ന് എന്ന വ്യത്യാസമില്ലാത്ത റബ്ബ്, കാലത്തെ പടച്ച റബ്ബ്, എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ്. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം ആ റബ്ബിന്റെ ദിക്ർ കൊണ്ടാണ്. അല്ലാഹ് 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 അല്ലാഹ്. നമ്മൾ തിരിച്ച് സഞ്ചരിക്കുമ്പോൾ ഫോളോ ചെയ്യുന്നത് പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ അവർ ചെയ്തത് അതുപോലെ ചെയ്യാന്ന് പറഞ്ഞാലൊക്കെ അതിനൊക്കെ അതിൻ്റെതായ അർത്ഥമുണ്ട്. അവർ ചെയ്തത് അതേപോലെ ചെയ്യാന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ അർത്ഥമുണ്ട്. ഓൻ സ്നേഹിച്ച മാതിരി സ്നേഹിക്കുന്ന പറഞ്ഞാൽ പടച്ചോനെ കുടുങ്ങിയാൽ അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും. അവൻ സ്നേഹിച്ച പോലെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ
പെട്ടല്ലോ. ഓൻ ദേഷ്യം പിടിച്ച മാതിരി ദേഷ്യം പിടിക്കുക. ആ ദേഷ്യം എങ്ങനെ ഓൻ ദേഷ്യം പിടിച്ച മാതിരി ദേഷ്യം പിടിക്കുക? ഓൻ ദേഷ്യം പിടിച്ചാൽ അപ്പടിക്കും, വേറെ വർത്താനൊന്നുമില്ല. അപ്പൊ ഓൻ ദേഷ്യം പിടിച്ച മാതിരി ദേഷ്യം പിടിക്കാറിന ദേഷ്യം പിടിക്കുക, അടിക്കുക. എല്ലാരും അങ്ങനെയാണോ ദേഷ്യം പിടിക്കല്? അല്ല. ജസ്റ്റ് ദേഷ്യം പിടിക്കുമ്പോഴത്തേനും കയറി അടിക്കണ ആൾക്കാരുണ്ട്. എത്ര ദേഷ്യം പിടിച്ചാലും ക്ഷമിച്ചു നിൽക്കണ ആൾക്കാരുണ്ട്. പിന്നെ എങ്ങനെ ഓ ദേഷ്യം പിടിച്ച മാതിരി ഇവൻ ദേഷ്യം പിടിക്കുക? മനസ്സിലായില്ല. അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ ഒരു പ്രവർത്തനത്തെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഓതുക? ശ്രദ്ധിക്കണം, വിശുദ്ധ ഖുർആൻ ഓതുക. അതിനാണ് ഞാൻ പറഞ്ഞത്, സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പാരമ്പര്യം വിശദീകരിക്കും വേണം, 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടി കഴിയും വേണം, ഇതെല്ലാം ഇതിൽ ഒതുങ്ങും വേണം. അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞൊന്നും വിചാരിക്കരുത്. സ്നേഹത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ, സ്വഹാബത്തെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഖുർആൻ ഓതുകയെന്ന് വെക്കുക. ഖുർആൻ ഓലോദ്യമായിട്ട് ഓതണം, ഓലോദ്യമായിട്ട് തന്നെ ഓതണം. അതായത് ഒരു ദിവസം ഒരു ജുസ് ഓതുക. ഏതെങ്കിലും ഒരാളുണ്ടോ ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതാൻ സ്വഹാബത്തിൽ നിന്ന് ഒരു മാതൃക കാണിക്കാൻ പറ്റിയ ഒരൊറ്റ കുട്ടിയുണ്ടോ ശബ്ദം ചോദിക്കുന്നത്? ഒരാൾ. വിശുദ്ധ ഖുർആൻ എനിക്ക് ഓതണം, എന്നും ഓതണം. ആ ഓതുന്ന വിഷയത്തിൽ എനിക്കൊരു സ്വഹാബിയുടെ മാതൃക വേണം എന്നല്ല, സ്വഹാബത്ത് മുഴുവനും ഒരു ചെയ്ത അവരെല്ലാം ഓതിക്കൊണ്ടിരുന്ന ഒരു കണക്ക് കിട്ടണം. ഒരു ജ്യൂസ് ആണെങ്കിൽ ഒരു ജ്യൂസ്, 2 ജ്യൂസ് ആണെങ്കിൽ 2 ജ്യൂസ്, 3 ആണെങ്കിൽ 3, വിഷയമില്ല. പക്ഷെ എനിക്ക് അവര് ചെയ്ത പോലെ ചെയ്യണം. ഖുർആൻ ഓതണം എന്നില്ലേ? ഓതണം, ഒരുപാട് ഓതണം. ശരി, അപ്പോൾ അവര് ചെയ്തതുപോലെ നമ്മൾ ചെയ്യണമെങ്കിൽ അവരിൽ നിന്ന് ഒരു മാതൃക കാണിക്കാൻ ആൺകുട്ടികളെ ഞാൻ വിളിക്കുന്നു ഇങ്ങോട്ട്. ആരുണ്ട് പറയാൻ, ആരുണ്ട് നൽകാൻ? ഇതൊരു സങ്കടമാണെങ്കിൽ, നിങ്ങൾക്ക് ആത്മാർത്ഥത നിങ്ങൾ പറയുന്ന വിഷയത്തിലുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ദുഃഖമാണ്. നിങ്ങൾ ചോദിക്കേ, നിങ്ങളുടെ ടെൻഷൻ ആവണം. ഇത് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. വിദഅത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവരെല്ലാം കാട്ടിക്കൂട്ടുന്ന പല അപകടങ്ങളിലേക്കുമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആർക്ക് കഴിയും സ്വഹാബത്തിന്റെ ഒരു മാതൃക? ഖുർആൻ ഡെയിലി 3 ജ്യൂസ് ഓതുക. അപ്പൊ 10 ദിവസം കൂടുമ്പോ ഒരു ഖത്മ് തീരും. ഇതാണ് സ്വഹാബത്ത് മുഴുവനും ചെയ്തിരുന്നത്. ആരുണ്ട് തെളിയിക്കാൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ഓതുന്നതിൽ അവർക്ക് മാതൃക കിട്ടിയിട്ടില്ല എന്നാണോ സ്വഹാബത്തിന്? ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പിൽക്കാലത്ത് വന്ന ഇമാമിയങ്ങളെ മുഴുവനും എടുക്കാം. ഖുർആൻ ഓതിയ അളവെടുക്കൂ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസത്തിൽ, ഇമാം അബൂ ഹനീഫ ഇമാം ഒരു ദിവസത്തിൽ, ഇമാം മാലിക് ഒരു ദിവസത്തിൽ, ഓരോരുത്തരും ഒരു ദിവസത്തിൽ എത്രയാണ് ഓതിയതെന്ന കണക്കെടുക്കൂ. അതിന്റെ മുൻഗാമികളിൽ നിന്ന് അവരെല്ലാം ഓതിയ കണക്കെടുക്കുമ്പോൾ ഓരോന്നും വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹത്തിന്റെ വിഷയത്തിൽ അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ അവനൊരു പക്ഷേ ഒരുപാട് സംസാരിച്ചിരിക്കും. മറ്റൊരാളുണ്ട്, അവൻ സ്നേഹിക്കും, അവനേക്കാൾ കൂടുതൽ ഇവന് സ്നേഹമുണ്ട്, പക്ഷേ ഇവൻ മിണ്ടാതിരിക്കും. മറ്റൊരുത്തൻ അവൻ സ്നേഹിക്കും, അവൻ സംസാരിക്കും, അവൻ പലതും ചെയ്തു കൂട്ടും, സംസാരവും വിട്ടുകിടക്കും, പലതും ചെയ്തു കൂട്ടും. അതവന്റെ ശൈലിയാണ്. സത്യത്തിൽ സ്നേഹമെല്ലായിടത്തുമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സ്നേഹമുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സ്നേഹപ്രകടനവും സിദ്ദീഖ് തങ്ങളുടെ പ്രകടനവും രണ്ടാണ്. രണ്ടുപേർക്കും വിശ്വാസമുണ്ട്. 2 വിശ്വാസത്തിലും 2 പ്രകടനമാണ് കണ്ടത്. ഇവിടുത്തെ പ്രശ്നം എന്താ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ തർക്കമുണ്ടോ? ഇവിടെ നിസ്കാരത്തിന്റെ വിഷയത്തിലാണോ തർക്കം? നോമ്പിന്റെ കാര്യത്തിലാണോ തർക്കം? അല്ലല്ലോ. ഹജ്ജ് ചെയ്യണോ വേണ്ട എന്ന് തർക്കമുണ്ടോ? സക്കാത്ത് കൊടുക്കണോ വേണ്ട എന്ന് തർക്കമുണ്ടോ? അതിന്റെ രൂപഭാവങ്ങളിൽ തർക്കമുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. അതിന്റെ കാമ്പുകളിൽ, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അതിൽ തർക്കമില്ലേ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ബാഹ്യമായ ഈ കർമ്മര മേഖലകളിൽ എവിടെയാണ് തർക്കം? തർക്കം നിസ്കാരത്തിലല്ല, തർക്കം നോമ്പിലല്ല, തർക്കം ഈ പറയപ്പെട്ടതിലൊന്നുമല്ല. പിന്നെ എവിടെയാണ് തർക്കം? സ്വഹാബത്ത് ആരായിരുന്നു എന്ന് തിരിഞ്ഞില്ല. അവരെന്തിനു നിസ്കരിച്ചു എന്ന് മനസ്സിലായില്ല. അവരെന്തിന് ഖുർആൻ ഓതി എന്ന് മനസ്സിലായില്ല. അവരാരെയാ സ്നേഹിച്ചതെന്ന് തിരിഞ്ഞില്ല. അവർ ദിക്ർ ചൊല്ലിയെങ്കിൽ എന്തിനു ചൊല്ലി എന്ന് മനസ്സിലായില്ല. അവർ നിസ്കരിച്ചത്, അവർ ദിക്ർ ചൊല്ലിയത്, അവർ സ്വതക്ക കൊടുത്തത് എന്തിനായിരുന്നു എന്ന വിഷയം അങ്ങ് മാറ്റിവെച്ച് കേവലം ബാഹ്യമായ കർമ്മങ്ങൾ ഒരു ടീം പ്രവർത്തിക്കുന്നു, അതിന്റെ പിറകിൽ ഒരു ടീം വന്ന് ആ കർമ്മത്തെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരു ഫീലുമില്ല, ഒരു അനുഭവവുമില്ല.
ഒരു സുഖവുമില്ല, ഒരു ആനന്ദവുമില്ല, ഒരു ലയനവുമില്ല, ഒരു ലഹരിയുമില്ല. ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. പക്ഷേ ഈ സംഘത്തിനൊക്കെ ലഹരിയുണ്ട്. അത് ഇതിലല്ല, മറ്റൊരു കാര്യത്തിലാണെന്ന് മാത്രം. ഞാൻ ചോദിക്കുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ ആർക്ക് മാതൃകയാക്കാൻ കഴിയില്ല. ദിക്ർ ചൊല്ലണമെന്നതിൽ തർക്കമില്ലല്ലോ. നമ്മൾ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? ആ ദിക്ർ നമ്മൾ മുഴുവനും ചൊല്ലുമ്പോ, ഒരു വീട്ടിൽ അങ്ങനെ ഒരു ദിക്ർ ഹൽക്ക നടക്കുമ്പോ, ഒരു പള്ളിയിൽ മുഅ്മിനീങ്ങളെ ഒരുമിച്ച് കൂടിയിരുന്ന് ദിക്ർ ചൊല്ലുമ്പോ, ആ ദിക്ർ ചൊല്ലുന്നത് പ്രത്യേകം ഒരു സംഘത്തിന്റെ ദിക്റാണെങ്കിൽ, അത് നമുക്ക് പരിചയമില്ലാത്ത ദിക്റാണെങ്കിൽ, മോനെ സ്വഹാബത്തിൽ നിന്ന് ദിക്ർ ചൊല്ലാൻ ഒരു രൂപം പറഞ്ഞു തരണം. സ്വഹാബത്ത് മുഴുവനും സ്വീകരിച്ച ദിക്റിനൊരു രൂപമുണ്ടോ? ദിക്ർ ചൊല്ലണമെന്ന് പറയുന്ന നിനക്ക് ദിക്ർ ചൊല്ലുന്നതിനൊരു രൂപമുണ്ടോ സ്വഹാബത്തിൽ നിന്ന്? മൗലിദോദണമെന്ന് പറയുന്ന, മദ്ഹ് പറയണമെന്ന് പറയുന്ന നിനക്ക് സ്വഹാബത്തിൽ നിന്നൊരു രൂപമുണ്ടോ? ദിക്ർ ചൊല്ലേണ്ട വിഷയത്തിലും, മൗലിദോതുന്ന വിഷയത്തിലും, സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിലും, നിസ്കരിക്കുന്ന വിഷയത്തിലും, ഏത് വിഷയത്തിലും സ്വഹാബത്തിൽ നിന്നൊരു മാതൃക എടുക്കണം. സുന്നത്ത് നിസ്കാരത്തിൽ വരെ സ്വഹാബത്തിന്റെ മാതൃക പൂർണ്ണാർത്ഥത്തിൽ പിൻപറ്റാൻ കഴിയുമോ? അപ്പൊ ഫിഇല് പൂർണ്ണമായും പ്രവർത്തനത്തെ ഫോളോ ചെയ്യുക എന്നതുകൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. അത് ഫീലല്ല, ഫീലിനെ ഫോളോ ചെയ്യലാണ്.